സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫ് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത് 102-ാമത്തെ ആയത്ത് മുതൽ 110-ാമത്തെ ആയത്ത് വരെയാണ്. 101 ആയത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹബീബായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ യഹൂദികളുടെ പ്രസ്സിംഗ് മൂലം മുശ്രിക്കീങ്ങളുടെ ചോദ്യമാണ് പ്രധാനമായി സൂറത്തുൽ കഹ്ഫിന്റെ അവതരണത്തിന് കാരണമെന്ന് നമുക്കിപ്പോൾ ചുരുങ്ങിയ രീതിയിൽ മനസ്സിലായി. ചില പഴയകാല കിസ്സകളെ, ചരിത്രങ്ങളെ കുറിച്ച് അവർ ചോദിച്ചു. അത് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുത്തു. ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അല്ലാഹു തആല പറയുന്നത്, തുടക്കത്തിൽ അൽ കഹ്ഫ് സൂറത്തിന്റെ ആദ്യത്തെ ഒരു 7 ആയത്തോളം നമ്മൾ ആഖിറത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അന്ത്യനാള്, നാളെ വരുന്ന വിപത്തുകൾ, നല്ലപോലെ അള്ളാഹുവിനെ ഭയന്നിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള സൂചകങ്ങളായ ആയത്തുകൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ തുടക്കത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളിലേക്ക് ഇനി സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ അങ്ങോട്ട് വിഷയം കൊണ്ടുപോവുകയാണ്. തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയങ്ങൾ, നല്ല ഉപദേശം, അവർ ചോദിച്ചതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു. ഇനി നല്ല നസീഹത്താണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് തോന്നിയതുപോലെ നടക്കണ്ട. നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ കാഫിരീങ്ങളായ ആളുകൾക്ക് വലിയ നാശം സംഭവിക്കാനുണ്ട്. മാത്രമല്ല, സ്വർഗീയ ആരാമത്തിൽ കിടക്കുന്ന ആളുകൾക്ക് വലിയ സുഹൃതങ്ങളുണ്ട് നല്ലപോലെ അമൽ ചെയ്താൽ എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ മഹത്വം കൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി അവസാനം ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ പറഞ്ഞ് അവസാനം ഒരു വിനയത്തിന്റെ ഭാഷയും പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. കാഫിരീങ്ങളായ ആളുകളോട് അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഇതെല്ലാം പറഞ്ഞു തന്നു. ദുൽഖർനൈനി രാജാവിനെ കുറിച്ച് ചോദിച്ചു. അതുപോലെ തന്നെ അൽ കഹ്ഫ് സൂറത്തുൽ കഹ്ഫിന്റെ അഹ്ലുകാരെ കുറിച്ച് ചോദിച്ചു, ഗുഹാവാസികളെ കുറിച്ച് ചോദിച്ചു. ഇതിനൊക്കെ മറുപടി പറഞ്ഞു. എന്നിട്ട് ഇനി അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഈ ചോദിച്ച ആളുകൾ ആരാണ്? ചോദ്യകർത്താക്കൾ അന്നുണ്ടായിരുന്ന ബിംബങ്ങളെ ആരാധിക്കുന്നവർ, അതുപോലെ തന്നെ ഈസാ നബിയെ ആരാധിക്കുന്ന ആളുകൾ, അങ്ങനെ ഓരോരുത്തരെ ആരാധിക്കുന്ന ടീമാണ് ഈ ചോദിച്ചത്. അവരോടാണ് വായടപ്പൻ മറുപടിയാണ് ഇനി കൊടുക്കുന്നത്. അഫഹസിബല്ലദീന കഫറൂ അയത്തഖിദൂ ഇബാദി മിൻ ദൂനി ഔലിയാ. അല്ലാഹുവിന്റെ ചോദ്യമാണ്. അഫഹസിബല്ലദീന കഫറൂ അയത്തഖിദൂ ഇബാദി, അയത്തഖിദൂ ഇബാദി. അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന്, ആ അടിമയിൽ നിന്ന് ചില ആളുകളെ അവരുടെ രക്ഷകരായി പിന്തുടരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാഫിരീങ്ങളോട് ചോദിക്കുകയാണ്, അഫഹസിബ, നിങ്ങൾ ധരിക്കുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലദീന കഫറു, ആരാണ്? കാഫിരീങ്ങളായ ആളുകളോടാണ് ചോദ്യം. അയ്യത്തഖിദു ഇബാദി, അല്ലാഹുവിന്റെ അടിമകളായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടക്കം ആരാധിക്കുന്ന പലരുമുണ്ട്. അവരോട്, ചോദ്യകർത്താക്കളോടാണ് മറുപടി. മിൻ ദൂനി, അല്ലാഹു പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾ അവരെ ആരാധിക്കുകയാണോ? അവരെ വലിയ ഔലിയാക്കളാക്കി വെക്കുകയാണോ? അങ്ങനെ വെച്ചാൽ തന്നെ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അവിടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. അയ്യത്തഖിദു ഇബാദി എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ ഔലിയാ, നിങ്ങളുടെ സംരക്ഷകരും നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ളവരുമാക്കി വെച്ചിട്ടുണ്ടോ? അവിടെ 3 വിഭാഗത്തിനാണ് മറുപടി കൊടുത്തത്. ഒന്നാരാണ്? ഒന്ന് മുശ്രിക്കീങ്ങളായ ആളുകൾ, യഅ്ബുദൂനൽ മലായിക, അവർ മലക്കുകളെയും ആരാധിച്ചിരുന്നു മുശ്രിക്കീങ്ങളായ ആളുകളിൽ നിന്ന്.
അപ്പൊ അതുകൊണ്ട് എന്റെ അടിമകളായ മലക്കുകളെ നിങ്ങൾ ആരാധിച്ച് എന്നെ ഒഴിവാക്കി നിർത്തി അവരെ കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? രണ്ടാമത്തത് ചോദ്യന്മാരോടാണ്. വന്നസാറ യഅ്ബുദൂന ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. നസ്രാനികൾ നസാറാക്കൾ അവർ ആരാധിച്ചിരുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അപ്പൊ അവരോടുമാണ് അടുത്ത ആ ചോദ്യത്തിന്റെ ഒരു ധ്വനി അവരോടാണ്. അഫഹസിബല്ലദീന കഫറൂ, നിങ്ങൾ എന്റെ അടിമയായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആരാധിച്ച് അടിമയാക്കി നിങ്ങൾ ദൈവമാക്കി വെച്ച് എന്നെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വൽയഹൂദു യഅ്ബുദൂൻ. 3 വിഭാഗത്തിനുമുള്ള വായടപ്പം മറുപടിയാണ് ഒരൊറ്റ ആയത്തിന്റെ ശകലത്തിൽ അല്ലാഹു കൊടുക്കുന്നത്. അഫഹസിബല്ലദീന കഫറൂ അയ്യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയാ, എന്നെ കൂടാതെ എന്റെ അടിമകളിൽപ്പെട്ട പലരെയും ആരാധിച്ചതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ കാര്യമങ്ങനെയല്ല. ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുലാ, കാഫിരീങ്ങളായ ആളുകൾക്ക് നമ്മൾ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ജഹന്നം എന്ന നരകം. അവർക്ക് വേണ്ടി വിരുന്ന് സൽക്കാരമായി നുസുലഹ, അവർക്കുള്ള സൽക്കാരമായി വലിയ ജഹന്നം എന്ന നരകത്തിലെ ശിക്ഷയെ നമ്മൾ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ജഹന്നമ നരകത്തിൽ നുസുലൻ വിരുന്ന് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാസത്തിന്റെ ഭാഷ ശൈലിയാണ്. ഇങ്ങോട്ട് വാങ്ങിക്കാൻ പള്ള നിറച്ച് തരാന്ന് പറയില്ലേ എന്നൊരു ശൈലിയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, നബിയെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ, എന്നാൽ ഇനി നബിയോട് പറയാണ്, ഖുൽ, നബിയെ അങ്ങ് വിളിച്ചു പറയണം, അവരോട് ചോദിക്കണം, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അതേ അമല് ചെയ്തിട്ട് ഏറ്റവും നാശത്തിലായി പോയവർ, അമല് കൊണ്ട് നഷ്ടപ്പെട്ടു പോയവരെ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഇവിടെ ബിൽ അഖ്സരീന അഅമാല എന്നാണ് പറഞ്ഞത്, ഖാസിരീന എന്ന് പറഞ്ഞില്ല. അറബി പദങ്ങളിൽ അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. അലീമും അഅലമും തമ്മിൽ വ്യത്യാസമുണ്ട്. കബീറും അക്ബറും തമ്മിൽ വ്യത്യാസമുണ്ട്. കബീർ എന്ന് പറഞ്ഞാൽ വലിയവൻ, അക്ബർ ഏറ്റവും വലിയവൻ, ഒന്നുകൂടെ അതിന്റെ പവർ കൂട്ടുന്നതാണ് അക്ബർ. അലീം മഹോന്നതൻ, അലീം വണ്ണമായവൻ. അഅലം ഏറ്റവും അഅലമായവൻ. ഫളീലത്ത് ശ്രേഷ്ഠതയുള്ളത്, അഫ്ളൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഖാസിർ ഖസീർ നാശം സംഭവിച്ചു പോയവർ, ഏറ്റവും നഷ്ടത്തിലായി പോയവർ. അഖ്സരീന ഏറ്റവും, ഇവരെക്കാൾ അപ്പുറഞ്ഞു വേറെ നാശത്തിലൊരു ടീമില്ല. അതാണ് ഖുർആന്റെ പ്രയോഗം. അങ്ങനത്തെ വിഭാഗം അവരുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് ഗുണം ചെയ്യുന്നില്ല. അങ്ങനെയുള്ള വിഭാഗമാണ് അല്ലദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു, അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ആരാണ് അങ്ങനെ അമലുകളൊക്കെ പൊളിഞ്ഞുപോയി നാശത്തിലായവർ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിലെ ജീവിതകാലത്ത് അവരുടെ പരിശ്രമങ്ങളെല്ലാം അത് നഷ്ടത്തിലായി പോയവരാണ്. വഹും യഹ്സബൂന, എന്നാൽ അവരിതറിയുന്നുണ്ടോ? അവര് വിചാരിക്കുന്നത് എന്താണ്? അന്നഹും യുഹ്സിനൂന സുനാ, ഞങ്ങൾ നല്ല പ്രവൃത്തിയാണ് ചെയ്തതെന്നാണ് അവര് വിചാരിക്കുന്നത്. പക്ഷേ അവര് ചെയ്തതെല്ലാം തെറ്റാണ്. അങ്ങനെ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞുപോയ അമലുകളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നു, ഉലൈക, അക്കൂട്ടരാരാണെന്നറിയണോ? അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവരതാ നിഷേധിച്ചു കളഞ്ഞ വിഭാഗമാണ്. വലിഖാഇഹി, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെയും ഇനിയൊരു പുനർജന്മത്തെയും ഹിസാബുണ്ട് എന്നുള്ളതിനെയും പ്രതിഫലവും ശിക്ഷയുമുണ്ട് എന്നുള്ളതിനെയുമെല്ലാം അവരതാ കളവാക്കി കളഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള വിഭാഗമില്ലേ, അവരാണ് അഖ്സരീന അഅമാല.
ഏറ്റവും നാശത്തിലെത്തിപ്പെട്ടവർ അവരാണ്. فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. അവര് ചെയ്ത അമലുകളെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ടൊരു കാര്യവുമില്ലല്ലോ. കാരണം വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അമല് കൊണ്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ച് എത്ര നിസ്കരിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? വിശ്വാസമാണ് പ്രാധാന്യം. വിശ്വാസത്തിൽ കളങ്കം ചേർന്ന് കഴിഞ്ഞാൽ അമലിന് പ്രാധാന്യമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഫഹബിതത് അഅമാലുഹും, അവരുടെ അമലൊക്കെ പൊളിഞ്ഞുപോയി. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. നാളെ ഖിയാമത്ത് നാളിൽ അവരുടെ അമലുകൾക്ക് ഒരു പരിഗണനയും അല്ലാഹു നൽകൂല. അത് ഖിയാമത്ത് നാളിൽ മീസാൻ എന്ന തുലാസിൽ തൂക്കുമ്പോൾ അതിനൊരു ഭാരവും അല്ലാഹു നൽകൂല. ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. എന്നിട്ട് അല്ലാഹു പറയാണ്, അവർക്ക് അവർക്കുള്ള ശിക്ഷ, അവർക്കുള്ള ജസാ എന്താണ്? ഇത്തരക്കാരായ ആളുകൾക്ക് ജസാഉഹും ജഹന്നം, അവർക്ക് നരകമാണ് അവർക്കുള്ള പ്രതിഫലമായിട്ടുള്ളത്. എന്തേ അവർക്ക് നരകം കിട്ടാനുള്ള കാരണം? ബിമാ കഫറു വത്തഖദു ആയാതി വറുസുലി ഹുസ്വാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ കളവാക്കി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും അവര് കളവാക്കിയവരാണ്. അങ്ങനെ കളവാക്കിയിട്ട് ഹുസ്വ, അവര് പരിഹസിച്ചവരാണ്, അവഹേളിച്ചവരാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവഹേളിച്ചവൻ, അള്ളാഹുവിന്റെ റസൂലിനെ അവഹേളിച്ചവൻ, ഇതിലൊരു പാഠം കൂടെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും പരിഹസിച്ചവനുള്ള പ്രതിഫലം എന്താണ്? ജസാഉഹും ജഹന്നം, അവർക്ക് നരകമാണ് അതിന്റെ പ്രതിഫലമുള്ളത് എന്ന് ഖുർആൻ. രണ്ട് വിഷയമാണ് അവിടെ പറഞ്ഞത്. അള്ളാഹു നമുക്ക് നൽകിയ ദൃഷ്ടാന്തങ്ങൾ, അതിനെ ഒരാൾ പരിഹസിച്ചാൽ വറസുലി ഹുസ്വാ, അള്ളാഹുവിന്റെ റസൂലായ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടുത്തെ ജീവിത ശൈലികളെ, അവിടുത്തെ കുടുംബ രീതികളെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരിഹസിച്ചു കഴിഞ്ഞാൽ ജസാഉഹും ജഹന്നം, അവർക്കുള്ളത് നരകാണ് എന്നതിന്റെ അർത്ഥം. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിരീശ്വരവാദികൾ, ഇസ്ലാമിനെ പരിഹസിക്കുന്നവർ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈവാഹിക ജീവിതത്തെ ആരോപണം നടത്തി പരിഹസിക്കുന്നവർ, ഇവരെല്ലാം ഇതിൽ പെടും. ജസാഉഹും ജഹന്നം, അള്ളാന്റെ റസൂലിനെ കളിയാക്കിയവർ, പരിഹസിച്ചവർ, ഇവരെല്ലാം ഇതിൽ പെടുന്നവരാണ്. ഇനി നോക്കൂ നിങ്ങൾ, അത് കഴിഞ്ഞ് അല്ലാഹു തആല ഇനി സ്വർഗീയ ആരാമത്തിന്റെ ഒരു സൂചന നൽകുകയാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ, കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അവർക്കുള്ള വീട് ഏതാണ്? ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗീയ ലോകമാണ്. എന്നിട്ട് അല്ലാഹു ആ സ്വർഗത്തിന്റെ ഒരു സിഫത്ത് പറയുന്നു, സ്വർഗത്തിനെ അവൻ ഉദാഹരിക്കുകയാണ്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. അത് വല്ലാത്തൊരു പ്രയോഗമാണ് കേട്ടോ. സ്വർഗത്തെ പരിചയപ്പെടുത്തിയപ്പോ ഖുർആൻ പലയിടങ്ങളിലും സ്വർഗത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, അതിന്റെ താഴ്വരകളിലൂടെ നല്ല നദികൾ ഒഴുകുന്നുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫിഹാ ഐനുൻ ജാരിയ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൂറുലീനുകളുണ്ട്, നല്ല പഴങ്ങളുണ്ട് എന്നൊക്കെ ഖുർആൻ പല രീതിയിലും സ്വർഗത്തിനെ ഉപമിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്, സ്വർഗത്തിന്റെ ആ ഒരു സുന്ദരമായ അവസ്ഥകൾ. എന്നാൽ ഇവിടെ അള്ളാഹു ഉപയോഗിച്ച് നോക്ക് നിങ്ങൾ, വളരെ ഫിറ്റായ ഒരു പ്രയോഗമാണ്. ഖാലിദീന ഫീഹാ, അവരതിൽ എന്നേക്കും അതിൽ തന്നെയാണ്.
لا يبغون عنها حولا لا يبغون അവർ വേറെ ഒരു സ്ഥലത്തേക്ക് അവർ തേടിപ്പോവുകയില്ല. അൻഹാ ഹിവല അവരങ്ങോട്ട് ചായ്ഞ്ഞ് ഇങ്ങോട്ട് ചായ്ഞ്ഞ് ഉള്ള സ്ഥാനത്ത് നിന്ന് മാറി ഒന്ന് നിൽക്കേണ്ട ഒരവസ്ഥ അവർക്ക് വരുന്നില്ല. ആ ആയത്തിനൊന്ന് വിശദീകരിച്ചാൽ, ഞാനൊരു വീടുണ്ടാക്കിയാൽ അത് നിർമ്മാണം നടത്തുമ്പോൾ എങ്ങനെയൊക്കെ നന്നാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നന്നാക്കിയിട്ടാണ് ഞാനൊരു വീടുണ്ടാക്കി. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ആ വീട്ടിൽ നമ്മൾ കഴിയുന്ന രീതിയിലുള്ള സൗകര്യങ്ങളും ഒരാൾ വന്നാൽ ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ പരമാവധി അങ്ങനെ ആക്കുന്നത്. പക്ഷേ നമ്മളെ വീട് എത്ര നമ്മൾ നന്നാക്കി ഉണ്ടാക്കിയാലും നമ്മൾ വേറൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോകുമ്പോ അവിടെ പുതിയൊരു മോഡൽ സൗകര്യം കാണും. ഇങ്ങനെ ആക്കിയാൽ എന്റെ വീട്ടിൽ നന്നായിരുന്നു കേട്ടോ, അതങ്ങനെ ആക്കിയാൽ മതിയായിരുന്നു. അങ്ങോട്ടൊരു താല്പര്യം വന്നു, ഒരു ചായ്വ് വന്നു. ഞാനൊരു വാഹനം മേടിച്ചു, എല്ലാം നോക്കിയിട്ടാണ് ഞാൻ അതിന്റെ മൈലേജ് നോക്കുന്നു, അതിന്റെ എല്ലാം നോക്കുന്നു, എന്നിട്ടാണ് ഞാനൊരു വാഹനം മേടിക്കുന്നത്. ഞാൻ ആ വാഹനം കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്റെ കൂട്ടുകാരൻ വേറെ ഒരു വാഹനം മേടിച്ചു. അവൻ ആ വാഹനത്തിന്റെ ഓരോ മേന്മകളും പറഞ്ഞപ്പോ എനിക്ക് തോന്നുകയാണ് അതായിരുന്നു കേട്ടോ നല്ലത്. എന്നാൽ അള്ളാഹ് ഉപയോഗിച്ചത് കണ്ടില്ലേ ഇവിടെ, ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ആ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനമങ്ങ് കിട്ടിയാൽ പിന്നെ വേറെ ഒന്ന് അതായിരുന്നു നല്ലത് എന്ന് തോന്നുന്ന അവസരമില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഇതാണ്, ഇതിലപ്പുറഞ്ഞ് വേറല്ല. അത് കണ്ടിട്ട് അവിടെ കിട്ടിയമായിരുന്നു, അല്ലെങ്കിൽ ആ മരത്തിന്റെ ചുവട് അവിടെ കിട്ടിയമായിരുന്നു, അല്ലേ? ദുനിയാവിൽ അങ്ങനെയാണല്ലോ, എല്ലാറ്റിനും പരിമിതി ഉണ്ട്. ഞാൻ ഇവിടെ ഇരുന്നാൽ എനിക്ക് ഇവിടെ ഇരിക്കണ്ടെങ്കിൽ അപ്പുറത്തിരുന്നാൽ കുറച്ച് കാറ്റ് കിട്ടുമായിരുന്നു, ആ ഫാനിന്റെ ചുവട്ടിലായിരുന്നു. അപ്പുറത്തിരുന്നാൽ അവരുടെ അടുത്തിരിക്കായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയുണ്ടാകും. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ ഇല്ല എന്നാണ് അല്ലാഹു ഒറ്റ ചെറിയ പ്രയോഗത്തിൽ എല്ലാം അങ്ങ് ഉൾക്കൊള്ളിച്ചു എന്നർത്ഥം. എല്ലാം ഉൾക്കൊണ്ടതിൽ ചെറിയൊരൊറ്റ പ്രയോഗത്തിൽ. ഖുർആനിൽ പലയിടങ്ങളിലും സ്വർഗത്തിനെ കുറിച്ച് അല്ലാഹു തആല വിശാലമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, ഷോർട്ടായിട്ട് ഒരൊറ്റ പറച്ചില്ല, യബ്ഗൂന അൻഹാ ഹിവലാ. എന്നിട്ട് പറയുന്നു, നബിയേ ഇനി മനസ്സിലാകേണ്ടവന് മനസ്സിലായി, ഇനി അവസാനിപ്പിക്കുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? ഖുൽ നബിയെ അങ്ങ് അനൗൺസ്മെന്റ് ചെയ്യണം, വിളിച്ചു പറഞ്ഞു കൊടുക്കണം. ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി. അല്ലാഹു പറയാണ്, ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി. നബി അങ്ങ് വിളിച്ചു പറയണം, എന്റെ റബ്ബിന്റെ ഓരോ വാക്കിന്റെയും പൊരുൾ അത് നിങ്ങൾ കടലിലെ വെള്ളം മുഴുവനും മഷിയാക്കി നിങ്ങൾ എഴുതുകയാണെങ്കിൽ, അള്ളാഹു തന്നെ പറയാം, നമ്മൾ ആലങ്കാരികമായി പ്രയോഗിക്കുന്നില്ല, ഖുർആൻ തന്നെ എടുത്തു പറയാണ്, ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി. എന്റെ റബ്ബിന്റെ വിശുദ്ധ വാക്യങ്ങളുടെ പൊരുൾ എഴുതാൻ വേണ്ടി കടലിലെ വെള്ളം മഷിയാക്കിയാലും ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി. എന്റെ ആ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പൊരുൾ നിങ്ങൾ എഴുതി കടലിലെ വെള്ളം തീർന്നാലും അതേ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തിന്റെ പൊരുൾ എഴുതി തീർക്കാൻ പറ്റൂല. ആ കടലിലെ വെള്ളം തീർന്നു എന്ന് മാത്രമല്ല, വലൗ ജിഇനാ ബിമിസ്ലിഹി മദദാ. നിങ്ങൾ വേറെ ഒരു കടലും അതുപോലത്തെ കടൽ വേറെയും കൊണ്ടുവന്നു, അതിലുള്ള വെള്ളം മഷിയാക്കി എഴുതി. ഒരു പേനയിലുള്ള മഷി എത്ര കാലം നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? ഒരു പേനയിലുള്ള മഷി കൊണ്ട് എത്രയോ എഴുതാൻ പറ്റും. എന്നാൽ അള്ളാഹു പറയാണ്, കടലിലെ വെള്ളം നിങ്ങൾ മുഴുവനും മഷിയാക്കി, കടലിലുള്ള വെള്ളം മുഴുവനും മഷിയാക്കി എഴുതിയെന്ന് മാത്രമല്ല, വേറെ ഒരു കടലും കൂടെ എക്സ്ട്രാ നിങ്ങൾ കൊണ്ടുവന്നു, ഇതുപോലത്തെ ഒരു കടൽ. എന്നാലും തീരൂല. ഖുർആനിന്റെ വ്യാഖ്യാനം, അതിന്റെ പൊരുള് നിങ്ങൾ എഴുതിയാൽ തീരൂല. മഷി തീർന്നാലും വെള്ളം തീർന്നാലും അള്ളാഹുവിന്റെ കലാമായ ഖുർആനിന്റെ അതിന്റെ മഹത്വങ്ങൾ എഴുതി തീർക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹു തആല പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഭൂമിയിൽ 71% വെള്ളം, ഭൂമിയുടെ 71% വെള്ളാണ്, കടലാണ്. അങ്ങനെ നമ്മളെ നീലഗ്രഹം എന്നാണ് ഭൂമിനെ പറയുന്നതിന്. കാരണം വെള്ളമായതുകൊണ്ട് വിട്ടുനിന്ന് നോക്കിയാൽ നീല നിറത്തിലാണ് കാണുക.
നീലഗ്രഹം എന്ന ഒരു പ്രയോഗമുണ്ട് ഭൂമിനെ പറ്റി. അത് കാരണം ഇതാണ്, 71% വെള്ളം. ഈ 71% വെള്ളമുള്ള ഒരു ഭൂമിയിലെ കടൽ, അതിലെ വെള്ളം മുഴുവനും നിങ്ങൾ മഷിയാക്കിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധ കലാമായ ഖുർആനിന്റെ മഹത്വം എഴുതി തീരൂല. നിങ്ങൾ നോക്കൂ, ഈ സൂറത്തിൽ പറഞ്ഞതാണ്. മറ്റൊരിടത്ത് സൂറത്തുൽ ലുഖ്മാനിന്റെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽ ബഹറു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. അവിടെ ഒന്നുകൂടെ വിശാലായിട്ടാണ് അല്ലാഹ് പറഞ്ഞത്. വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ, എടോ ഈ ഭൂമിയിൽ കരയിൽ 31% വനമാണ്, കൊടിയ വനങ്ങൾ, വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വനങ്ങളാണ് 31% ഭൂമിയിലെ കരഭാഗത്ത്. ആ വനങ്ങളിൽ കരയിലുള്ള മുഴുവൻ മരങ്ങളും നിങ്ങൾ പേനകളാക്കി. അല്ലാഹ് പറയാണ്, വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ, ആ മരത്തിന്റെ ഓരോ മരത്തിന്റെയും ചില്ലകളെ നിങ്ങൾ എഴുതാനുള്ള കമ്പുകളാക്കി മാറ്റുകയും മാത്രമല്ല വൽ ബഹറു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹുരിൻ, നിങ്ങൾ കടലിലെ വെള്ളം മഷിയാക്കുകയും മാത്രമല്ല ഈ കടല് പോലെയുള്ള 7 നിങ്ങൾ സങ്കല്പിച്ചോ, അങ്ങനെയുള്ള 7 ഒരുമിച്ച് കൂട്ടിയ വെള്ളവും ഉണ്ടായാൽ മാ നഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാന്റെ കലിമത്തിന്റെ പൊരുൾ എഴുതി തീരൂല എന്ന് അല്ലാഹ് തന്നെ പറയുന്നു. എന്നിട്ട് അതിന്റെ വാൽ കഷ്ണത്തിൽ അല്ലാഹ് കൊടുത്തു കണ്ടില്ലേ, ഇന്നല്ലാഹ അസീസുൻ ഹകീം, അവനാണ് അജയ്യൻ. എന്താണ് വർത്താനം അല്ലെ? അള്ളാഹയാണ് അജയ്യൻ, അവനേക്കാൾ വലിയ അജയ്യൻ വേറെ ആരുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഖുർആനിന്റെ പൊരുൾ അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ള കാഫിരീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ കടലിലെ വെള്ളം മഷിയാക്കിയിട്ട് നിങ്ങൾ എഴുതിയാലും ഇതിന്റെ പൊരുൾ അവസാനിക്കുന്നില്ല. ഖുർആനിലെ ഓരോ ആയത്തുകൾ നമ്മൾ എടുത്താലും നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ ഊതീതും മിൻ ഇൽമിൻ ഇല്ലാ ഖലീല, കുറച്ച് ഇൽമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. അള്ളാഹിന്റെ ഇൽമു, നമ്മളെ ഇൽമു എന്ന് പറഞ്ഞാല് പടച്ചോനെ എവിടെയാണ് കിടക്കുന്നത്? കടലിലെ വെള്ളത്തിൽ നിന്ന് ഒരൊറ്റ തുള്ളി, ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഒരു തുള്ളി, അതാണ് നമുക്ക് എല്ലാവർക്കും പാടെ കിട്ടിയ ഇൽമു. ബാക്കി സമുദ്രം എത്രയോ കിടക്കുകയാണ്, അതിലെ വെള്ളം അതെത്രയോ ഉണ്ട്, അത്രയും അളവിൽ എന്നല്ല, അതൊരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഇൽമാണ്. നിങ്ങൾ നോക്കൂ, നമുക്ക് നമ്മെ കുറിച്ച് തന്നെ വിവരമല്ല. നമ്മളെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് പറയാൻ പറ്റും? ഇല്ല. പോട്ടെ, എത്ര മുടി നരച്ചു എന്ന് പറയാൻ പറ്റും? ഇല്ല. അതും പോട്ടെ, ഇന്ന് നേരം വെളുത്തിട്ട് എത്ര പ്രാവശ്യം ശ്വാസം മുട്ടും എന്ന് പറയാൻ പറ്റും? ഇല്ല. പിന്നെ എന്തുകൊണ്ടാ നമുക്ക് അറിയണേ? അള്ളാഹുവിന്റെ ഇതൊക്കെ ഇൽമ തന്നെയാണല്ലോ. നിങ്ങൾ നോക്കൂ, ഈ ഒരു ചെറിയ വിരൽ, ഇതിനുള്ളിൽ എത്ര ഞരമ്പുകൾ ഉണ്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഒരു മരത്തിന്റെ ഇലെടുത്തൊന്ന് പൊളിച്ചു നോക്ക്, അതിനുള്ളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ സസ്യങ്ങളിലെല്ലാം എത്രയോ ഔഷധങ്ങളുണ്ട്, ഓരോ വിഷയങ്ങൾക്കും പറ്റുന്ന ഔഷധങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ഇൽമിലില്ല, നമ്മുടെ അറിവിലില്ല. അതാണ് പറഞ്ഞത്, വമാ ഊതീതും മിൻ ഇൽമിൻ ഇല്ലാ ഖലീലാ, നമുക്ക് കുറച്ചേ ഇൽമുള്ളൂ, നമുക്ക് വലിയ ഇൽമൊന്നും. പക്ഷെ നമുക്ക് അഹങ്കാരത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. ഇൽമു കുറവാണെങ്കിലും അഹങ്കാരത്തിന് കുറവുണ്ടാവില്ല. അതാണ് അല്ലാഹു തആല പറയുന്നത്. അള്ളാഹുവിന്റെ ഈ വിശുദ്ധമായ കലാം അതിനെ വിശദീകരിച്ചാൽ നമ്മൾക്ക് അറിയുന്നത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ഇൽമു വെച്ചിട്ട് എത്രയോ ഇനിയും എഴുതാനുണ്ട്, പറയാനുണ്ട് എന്നാണ്. നിങ്ങൾ നോക്കൂ, സൂറത്തിൽ നമ്മുടെ ഖുർആനിൽ തന്നെ പല ആയത്തുകളും ഓരോ ആയത്ത് തന്നെ നമുക്ക് വിശദീകരിച്ചാൽ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറ യറ, ആ ആയത്തിനെ തന്നെ എത്രയോ വിശദീകരിക്കാനുണ്ട്. നമ്മൾ ഖുതുബയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന ആയത്തുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅളുകും ലഅല്ലകും തദക്കറൂൻ. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന ആയത്താണത്. ആ ആയത്തിന്റെ വിശദീകരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. 6 കാര്യങ്ങളാണ് ആയത്തിൽ പറഞ്ഞത്. വളരെ ചുരുക്കി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാം അതിലങ്ങ് ഉൾക്കൊള്ളിച്ചു. അതിലങ്ങ് വിശദീകരിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ വിശദീകരിക്കേണ്ടി വരും. ഒരൊറ്റ ആയത്തിന്റെ ശകലാണത്.
അതിൽ പറഞ്ഞ 3 കാര്യങ്ങൾ നല്ല കാര്യങ്ങളും 3 കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ. 3 കാര്യം അല്ലാഹു തആല നീതി ചെയ്യാൻ വേണ്ടിയാണ് നമ്മളോട് പ്രേരിപ്പിക്കുന്നത്, കൽപ്പിക്കുന്നത്. വൽ ഇഹ്സാൻ നല്ലത് ചെയ്യാനാണ്. വ ഈതാഇ ദിൽ ഖുർബ നമ്മുടെ അടുത്ത കുടുംബക്കാരോട് അവർക്ക് സഹായം ചെയ്യാനുമാണ് അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നത്. എന്നാൽ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി അടുത്ത 3 ചെയ്യണ്ട എന്ന് പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ്? ഒന്ന് അനിൽ ഫഹ്ശാ. എന്താണ് ഫഹ്ശാ എന്ന് പറഞ്ഞാൽ? മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറയുന്നത് കാണാം. ഫഹ്ശാ എന്ന് പറഞ്ഞാൽ വഹുവ കുല്ലു ഖബീഹിൻ, എല്ലാ മോശപ്പെട്ടതും അതിൽപ്പെട്ടു ഫഹ്ശാ. അപ്പൊ മോശപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽപ്പെട്ടതാണ്, അതെല്ലാം ഒഴിവാക്കാനുള്ളതാണ്. അതുപോലെ തന്നെ വൽ മുൻകരി, വിശുദ്ധമായ ശറഅ് വിലക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം. വൽ ബഗി, കുറ്റകൃത്യങ്ങളിൽ നിന്ന് ശിക്ഷ കുറ്റകൃത്യങ്ങളുണ്ട്, ഒരുപാട് തെറ്റുകള്, കവർച്ചകള്, കൊലപാതകങ്ങള്. അപ്പൊ എല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാം ഷോർട്ടാക്കിയിട്ട് ഒരു ആയത്തിൽ 6 കാര്യങ്ങളാക്കിയിട്ടാണ് പറഞ്ഞു. ഈ ആയത്തിനെ തന്നെ വിശദീകരിച്ചാൽ എത്രയോ ഉണ്ട്. അങ്ങനെ നോക്കിയാൽ ഖുർആനിൽ എത്രയോ ആയത്തുകളുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്, കഴിയില്ല നിങ്ങൾക്ക് അങ്ങനെ വിശദീകരിച്ചെഴുതിയാൽ മഷി തീർന്നു പോവുകയല്ലാതെ ഖുർആനിന് വിശദീകരണം എഴുതി തീർക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഖുർആന് പരിഭാഷ എഴുതിയാൽ ശരിയാവൂല എന്ന് പറയുന്നത്. ഇന്നൊരുപാട് പരിഭാഷകൾ കിട്ടും. ഇംഗ്ലീഷിലാണെങ്കിലും അറബിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഖുർആന്റെ ട്രാൻസ്ലേഷൻ നടത്തിയ ഒരുപാട് ആളുകളെ കാണാം. ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്കിന്ന് കിട്ടും. പക്ഷെ അതൊന്നും താമാണ്, പരിപൂർണമാണ് എന്ന് പറയാൻ പറ്റൂല. കാരണം ഞാനൊരു ഖുർആന്റെ പരിഭാഷ എഴുതുമ്പോ എന്റെ ബുദ്ധിയിൽ ഒതുങ്ങിയ, എന്റെ വിവരത്തിൽ ഒതുങ്ങിയതേ എനിക്ക് എഴുതാൻ കഴിയുള്ളൂ, അല്ലേ? ഈ ആയത്ത് കൊണ്ട് എന്തുദ്ദേശിച്ചു എന്ന് ഞാൻ പഠിച്ചതനുസരിച്ച് മുഫസ്സിരീങ്ങൾ പറഞ്ഞതെന്ത് നോക്കിയിട്ട് എന്റേതായ ഒരു ശൈലിയിലേ എനിക്ക് എഴുതാൻ കഴിയുള്ളൂ. അത് സൃഷ്ടിയായ എനിക്കുള്ള ഒരു പോരായ്മയാണ്. അതങ്ങനെ എല്ലാ സൃഷ്ടികൾക്കും അങ്ങനെയാണ്. അള്ളാഹുവിന്റെ കലാമിന് പരിപൂർണമായിട്ട് എഴുതാൻ കഴിയില്ല എന്ന് അള്ളാഹ് പറയാൻ, പിന്നെ എങ്ങനെ സമ്പൂർണ്ണ പരിഭാഷ എന്ന് പറയാ? അല്ലെ, അള്ളാഹ് പറയുന്നു എന്റെ വാക്കുകൾക്ക് നിങ്ങൾക്ക് എഴുതി തീർക്കാൻ പറ്റൂല എന്ന് പലയിടത്തും പറയുന്നു. നമ്മൾ പറയണത് സമ്പൂർണ്ണ പരിഭാഷ. എങ്ങനെ നടക്കുക? അതുകൊണ്ട് ഖുർആനിന് ആരെങ്ങനെ പരിഭാഷ എഴുതിയാലും, അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞ ഖുർആന് പരിഭാഷ എഴുതാൻ പറ്റൂല. പിന്നെ ആളുകൾ വഴിപിഴച്ചു പോകും. പഴയ ആളുകൾ തോന്നിയ പോലെ അങ്ങനെ എഴുതാണ്. അപ്പൊ പിന്നെ അവര് പഴപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുടുങ്ങിയ ഘട്ടത്തിൽ എഴുതിയവരൊക്കെ ഉണ്ട്. അല്ലാതെ ഖുർആനിന് പരിഭാഷ എഴുതി പരിപൂർണമായി എന്ന് പറയാൻ കഴിയൂല നമുക്ക്. അത് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഖുർആനിന്റെ പരിഭാഷ നമ്മൾ ആരെഴുതിയാലും വായിച്ചാലും അതൊക്കെ പരിമിതികളുണ്ട്, അതിനൊക്കെ പരിമിതികളുണ്ട്, പരിപൂർണമാവൂല എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും അവസാനത്തെ ആയത്ത്, അവസാനം ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറയാണ്, ഉൽ നബിയേ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു, എന്നാൽ ഒന്നുകൂടെ പറയണം. ഇന്നമാ അന ബശറുൻ إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. നബിയെ അങ്ങ് പറയണം. ഇതെല്ലാം പറയുമ്പോ ഈസാ നബി പടച്ചോനാണെന്ന് വിശ്വസിച്ചവരോടാണ് പറയുന്നത്, മലക്കുകൾ പടച്ചോനാണെന്ന് വിശ്വസിച്ചവരോടാണ് പറയുന്നത്. അവര് കേട്ടുകേൾവിയുള്ള ചെറിയ ചരിത്രങ്ങളെ കൃത്യമായി ഇങ്ങ് വിശദീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു പക്ഷേ നബിയെ അങ്ങ് തന്നെ പടച്ചോനാന്ന് പറയും ഈ സുഫഹാക്കൾ തയ്യാറാകും ചിലപ്പോ. അതുകൊണ്ട് നബി ഇതും കൂടെ അങ്ങ് പറഞ്ഞു കൊടുക്കണം. ഖുൽ ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യനാണ്, ഞാൻ മലക്കല്ല, ഞാനൊരു മനുഷ്യനാണ്. ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് ചില ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, പക്ഷെ സാധാരണ മനുഷ്യനല്ല. നബിയാണ്, ഒരുപാട് അമാനുഷിക കഴിവുകൾ അല്ലാഹ് കൊടുത്തിട്ടുണ്ട്, പ്രവാചകനാണ്, സാധാരണ മനുഷ്യനല്ല. ചില ആളുകൾ ഈ ആയത്തോതിയിട്ട് നബി തങ്ങൾ കണ്ടില്ലേ, നബി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യനാണെന്ന് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്.
ആ മനുഷ്യനാണെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് ബാക്കി കൂടെ വായിക്കുമ്പോ തിരിയും. ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് നബി തങ്ങൾ പറഞ്ഞു ഖുർആനിൽ. എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം കൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. അല്ലാഹു തആല എന്റെ റബ്ബ് എന്നിലേക്ക് വഹീ നൽകിയിട്ടുണ്ട്. എന്താണ്? നമ്മുടെ എല്ലാവരുടെ നിങ്ങളുടെയും ഒക്കെ പടച്ചവൻ ഇലാഹും വാഹിദ്, ഒരൊറ്റ ഏക ഇലാഹാണ് എന്ന് അള്ളാഹു എനിക്ക് വഹീ നൽകിയിട്ടുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താ? സാധാരണ മനുഷ്യനാണെങ്കിൽ അവിടെ ഉള്ളവർക്കൊക്കെ വഹീ കിട്ടണ്ടേ? അപ്പൊ അവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ആദമിയാണ്, മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ 2 കാലും 2 കൈയും 2 കണ്ണും മൂക്കും തലയും ഒക്കെയുള്ള ഒരു മനുഷ്യനാണ്. അവിടെ മനുഷ്യൻ, നമ്മൾ പറയില്ലേ നമ്മളെപ്പോലെ കുറെ ജീവികളും ഇവിടെ പക്ഷികളും പറവകളൊക്കെ ഉണ്ട്. അതിനർത്ഥം എന്താ? ജീവികളെല്ലാവരും 2 കാലും 2 കൈയൊക്കെ ഉള്ള മനുഷ്യന്മാരെ പോലത്തെ ആളുകളാണെന്നാണ്. അവിടെ നമ്മൾ ജീവൻ ഉള്ളവർ എന്നാണ് ഉദ്ദേശിച്ചുള്ളൂ. നമ്മളെപ്പോലെ ജീവികൾ തന്നെയല്ലേ അതിറ്റുള്ളൂ, അവർക്കും വെള്ളം കൊടുക്കണ്ടേന്ന് നമ്മൾ പറയും. സാധാരണ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. അതെന്താ? അതിനർത്ഥം നമ്മളെപ്പോലെ മനുഷ്യനെ പോലെ തന്നെ ഇങ്ങനെ ഈ കോലമാണ് എന്നാണോ? അല്ല, ജീവനുള്ളത് എന്നുള്ളേക്കാണ് നമ്മൾ അവിടെ സാദൃശ്യപ്പെടുത്തിയത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സാദൃശ്യപ്പെടുത്തിയത് എന്താണ്? നിങ്ങളെപ്പോലെ ആദമിയാണ്, ആദം സന്തതിയിൽപ്പെട്ട മനുഷ്യനാണ് ഞാനും. യൂഹാ ഇലയ്യ, ബാക്കി പറയുമ്പോ തിരിയും സാധാരണക്കാരനല്ല. യൂഹാ ഇലയ്യ, അല്ലാഹു തആല എനിക്ക് വഹീ നൽകിയിട്ടുണ്ട്. അത് ഈ മനുഷ്യന്മാർക്കൊന്നും കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് ഈ വിഷയത്തിൽ വ്യത്യസ്തനാണ്. അതാണ് തങ്ങൾ പറഞ്ഞത്. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളെ റബ്ബ് ഒന്നാണ്, ഏക ഇലാഹാണ്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, ആ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം ലഭിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ, ഫൽയഅമൽ അമലൻ സാലിഹാ, അവനതാ നല്ല പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, എന്റെ റബ്ബിനോട്, നമ്മുടെ റബ്ബിനോട് ഒരാളെയും അവന് ശിർക്ക് ചേർക്കാതിരിക്കട്ടെ, കൂട്ടുകെട്ടാതിരിക്കട്ടെ, പങ്കു ചേർക്കാതിരിക്കട്ടെ. ഈ ആയത്ത് പറഞ്ഞപ്പോ സ്വഹാബത്തിന്റെ ചോദ്യമുണ്ട്, നബിയെ പിൽത്തലമുറക്കാലിൽ അവിടുത്തെ ഉമ്മത്തിൽ ഇനിയും മുശ്രിക്കീങ്ങൾ വരാനുണ്ടോ നബിയെ എന്ന് സ്വഹാബത്തിന്റെ ചോദ്യം. അപ്പൊ സ്വഹാബത്തിനോട് ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യഅബ്ദൂന ശംസൻ വലാ ഖമറൻ വലാ ഹജറൻ വലാ വസന, അവരെ സൂര്യനെയും ചന്ദ്രനെയും കല്ലിനെയും ബിംബങ്ങളെയും ഒന്നും ആരാധിക്കൂല. വലാകിന്നഹും യുറാഊന ബിഅമാലിഹിം, അവർ ജനങ്ങൾ കാണാൻ വേണ്ടി അമൽ ചെയ്യുക എന്നുള്ളതാണ് ചോട്ടാ ശിർക്ക് എന്ന് ഹബീബ് മുത്തു റസൂലുള്ളാഹി. ശിർക്ക് പല രീതിയിലുണ്ട്. ചെറിയ രീതിയിൽ ശിർക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അമൽ ചെയ്യുക. നിസ്കാരം ജനങ്ങൾ കാണാൻ, നോമ്പ് ജനങ്ങൾ കാണാൻ, അത് ശിർക്കിന്റെ ഒരു ചെറിയ രൂപമാണെന്ന് ഹബീബ് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ കഹ്ഫിന്റെ അവസാനത്തിൽ പറഞ്ഞ ആ ഒരൊറ്റ ആയത്തിൽ, ഫൽയഅമൽ അമലൻ സാലിഹ, നല്ല പോലെ നിങ്ങൾ അമൽ ചെയ്യണം. ഒരാളോട് വൈരാഗ്യം തീർക്കാൻ ഒരു അമലും വേണ്ട, ഒരാൾ കാണാൻ വേണ്ടിയും ഒരു അമലും വേണ്ട. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിന് പങ്കുകാരെ ചേർക്കാതെ നിങ്ങൾ അല്ലാഹുവിനോട് നല്ല പോലെ ഇബാദത്തെടുത്ത് ജീവിക്കണമെന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിനയത്തോടെ തവാളുഓടെ കൂടെയാണ്, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ സൂറത്ത് പറഞ്ഞതും കേട്ടതും എല്ലാം നമ്മിൽ നിന്ന്